ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറിച്ചിൻ്റെ ഒരു സൂം വക്കീൽ വന്നിട്ട് എന്തെങ്കിലും മലമറിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെറ്റിൽ ചെയ്യും, നമ്മുടെ കമ്പനി റിവൈവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഫയൽ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വെറുതെ തള്ളാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കേസാണ്. ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. കുറച്ച് താങ്ങികളെ, പ്രതാപിന് താങ്ങികളെ കുറച്ച് രോമാഞ്ചം കൊള്ളിക്കാം എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഈ കേസ് കൊണ്ട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് നല്ല രീതിയിലുള്ള തിരിച്ചടികൾ, വാക്കാലുള്ള തിരിച്ചടികളൊക്കെ വക്കീലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് പോകാനും ഇതിൻ്റെ ബഡ്സ് നിയമം ഉണ്ടാകുമ്പോൾ എന്തിനാണ് നിൻ്റെ ഈ പ്രൈവറ്റ് സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭാര്യയ്ക്കും പിന്നെ 2 ദൈവപുത്രന്മാരുമാണ് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ FIR ഇട്ടവർക്കും പിന്നെ ആർക്കൊക്കെയാണ് പൈസ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ദൈവപുത്രന്മാർ നിർദ്ദേശിക്കുന്ന ആൾ, ഭാര്യയ്ക്ക് നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രം പൈസ കൊടുത്താൽ മതി. അതിന് ഒരു റിട്ടയർഡ് ജഡ്ജി വേണം. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ഒരു ആകെ കൂടി ഒരു പ്രൈവറ്റ് സെറ്റിൽമെൻറ്റ് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അതുവരെ നമ്മൾ മണി ചേഞ്ച് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുത്ത് പള്ളയെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേസ് എടുക്കുന്നതിന് മുമ്പിൽ ജഡ്ജി പറഞ്ഞു അതിൻ്റെ വിധിയൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളയക്കളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ. നമ്മളെന്തായാലും കണ്ണൂർക്കാർ ആ ഭാഷ ഉപയോഗിക്കാറില്ല, പള്ളയക്കളയിൽ നിന്ന്. അപ്പോൾ നാളെ രാവിലെ 1ാമത്തെ കേസ് തുടങ്ങുമ്പം തന്നെ കേൾക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വിധി. 1ാമത്തെ നാളെ 10:15 തന്നെ കയറണം. അപ്പോൾ വി കൺസോള് ഓപ്പണായ സമയത്ത് തന്നെ കയറിക്കഴിഞ്ഞാൽ നല്ല മജയിൽ സാധനം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ പറയുന്നത് കേട്ട് FIR ഇട്ടവർക്കും അതുപോലെ തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തവർക്കൊക്കെ ആശ്വസിക്കാനുള്ള വകയാണ് ഉള്ളത്. ഇതുവരെ കിട്ടിയിരിക്കുന്ന എല്ലാ പരാതികളും നിങ്ങളുടെ പേരൊക്കെ അടുത്ത ദിവസം തന്നെ സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടും. ജയ് വിളിക്കുന്നവർക്ക് ജയ് വിളിക്കാം. പിന്നെ ബക്കാലത്ത് കൊടുത്തവർക്കൊക്കെ എന്തൊക്കെയായിരുന്നു ബക്കാലത്ത് കൊടുക്കാൻ 24 മണിക്കൂറും സർവീസ്, ഇങ്ങനെ ബക്കാലത്ത് എഴുതി കൊടുക്കപ്പെടും. ബക്കാലത്ത് സ്വീകരിക്കാൻ വേറെ, ബക്കാലത്ത് സ്വീകരിക്കാൻ വേണ്ടി വണ്ടി, സമയക്രമം 10 മണിക്ക് മറ്റെടുക്കുക, 10 മണിക്ക് ഫോട്ടോസ്റ്റാറ്റ് കട, 11 മണിക്ക് പെട്രോൾ പമ്പ്, 12 മണിക്ക് റേഷൻ കട, 1 മണിക്ക് തുണിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് കളക്ട് ചെയ്തൊക്കെ ഇപ്പം പറയുന്ന പോലുമില്ല. 35,000 ബക്കാലത്ത് ഉണ്ടെന്നും പറയുന്ന പോലുമില്ല. അന്നേരം ജഡ്ജി ചോദിക്കൂലേ, 35,000 ബക്കാലത്താ? അത് ശരി, അങ്ങനെയാണെങ്കിൽ 35,000 ആൾക്കാർ ഈ തട്ടിപ്പിൽ കണ്ണിയാണല്ലോ, ഈ മണിച്ചിൽ 35,000 ആൾക്കാരുണ്ടെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. 67 വെറും 67. ഏതെടുത്താലും 10 എന്ന് പറയുന്നതല്ല, 67 FIR. അതൊക്കെ കഴിഞ്ഞ 1 വർഷം മുമ്പേയുള്ള കണക്കാണ്. എന്നിട്ടും ഇപ്പോഴും പറയും 67 FIR. പിന്നെ വേറെ ഇതുണ്ട് കേട്ടോ, ഇത് സങ്കടം വരും ഇവരൊക്കെ ഓർത്തിട്ട്. കമ്പനി തെറ്റൊന്നും ചെയ്തിട്ടില്ല, കമ്പനി നമുക്കൊക്കെ കൃത്യമായിട്ട് പൈസ തന്നിന്, ആരോ പരാതി കൊടുത്തതിനാണ് ഇങ്ങനെയൊക്കെ ആയത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പം 5 ലക്ഷത്തിന് 55 ലക്ഷം കിട്ടുമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ചില മണ്ടന്മാരും ഉണ്ട്. എന്തൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവരെയൊക്കെ പിരിച്ച് ഈ ഒരു 3000 കോടി പിരിച്ചിട്ട് അതിപ്പോൾ 212 കോടി മാത്രമേ ബാങ്കിലുള്ളൂ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ ഹൈറിച്ചിലെ താങ്ങികൾ. അപ്പോൾ എന്തായാലും ക്ലെയിം പെറ്റീഷൻ കൊടുത്തവർക്ക് എല്ലാവർക്കും അവരുടെ പണം എത്രയും പെട്ടെന്ന് കിട്ടാൻ ഉള്ള നടപടികൾ ഉണ്ടാവട്ടെ. ഇനി അതിന് പാരവെക്കാൻ ശ്രീനാഥ് ശ്രമിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും ഇവർ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനും കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ സെറ്റിൽ ചെയ്യാനുമുള്ള ഉദ്യമം എന്തായാലും അത് പള്ളയെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വിധി നാളെ രാവിലെ ഉണ്ടാവും.